ചന്ദ്രബോസ് വധക്കേസിൽ വിചാരണ നടപടികൾ വൈകിപ്പിക്കാൻ പ്രതിഭാഗം ഊർജിത ശ്രമം നടത്തുന്നു. കേസ് പരിഗണിക്കുന്ന വിചാരണ കോടതി ജഡ്ജിന്റെ സ്ഥലംമാറ്റം മുന്നിൽ കണ്ടാണ് വിചാരണ നടപടികൾ വൈകിപ്പിക്കുന്നത്. ജഡ്ജി സ്ഥലം മാറിപ്പോയാൽ വിധിയിൽ ശിക്ഷ കുറയ്ക്കാനാകുമെന്നാണ് പ്രതിഭാഗത്തിന്റെ പ്രതീക്ഷ. അതേസമയം അന്തിമവാദം നീട്ടണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. ചന്ദ്രബോസ് വധക്കേസിന്റെ വിചാരണ 3 മാസം നീട്ടണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിചാരണ കോടതി ജഡ്ജിയായ കെ.പി. സുധീർ മാർച്ച് 31-ന് സ്ഥലം മാറും. ആദ്യം മുതലേ കേസ് പരിഗണിക്കുന്ന ജഡ്ജിയുടെ സ്ഥലമാറ്റത്തെ തുടർന്ന് വിധിയിൽ അല്പമെങ്കിലും അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിഭാഗം. ഇതാണ് 3 മാസം വിചാരണ നീട്ടണമെന്ന ആവശ്യം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ പ്രതി നിഷാമിന്റെ അഭിഭാഷകരെ പ്രേരിപ്പിച്ചതെന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണം. അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ മറ്റന്നാൾ വരത്തക്ക രീതിയിലുള്ള ഹർജി ഫയൽ ചെയ്തതായിട്ട് സുപ്രീം കോടതിയിൽ നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യം 31-ാം തീയതി വെച്ചിരിക്കുന്ന സമയബന്ധിതമായിട്ടുള്ള ആ നിശ്ചയം മാറ്റണമെന്നും അത് വീണ്ടും നീട്ടിക്കൊടുക്കണമെന്നാണ് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നതുവരെ വിചാരണ നിർത്തിവെക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം വിചാരണ കോടതി തള്ളി. പ്രതിഭാഗത്തിന്റെ അന്തിമവാദം ഇന്ന് കോടതിയിൽ നടക്കും. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ രേഖാപരിശോധന ദീർഘിപ്പിച്ച അന്തിമവാദം വൈകിപ്പിക്കാനുള്ള പ്രതിഭാഗത്തിന്റെ നീക്കം അസ്ഥാനത്താക്കിയായിരുന്നു പ്രാരംഭവാദം ഇന്നലെ പ്രോസിക്യൂഷൻ പൂർത്തീകരിച്ചത്. കോടതി പിരിയുന്നതിന് മുമ്പ് 10 മിനിറ്റ് കൊണ്ടായിരുന്നു പ്രോസിക്യൂഷന്റെ അന്തിമവാദ പൂർത്തീകരണം. ഇന്ന് ആരംഭിക്കുന്ന പ്രതിഭാഗം വാദം നാളെ പൂർത്തീകരിക്കാനായാൽ ചന്ദ്രബോസ് വധക്കേസിന്റെ വിധി ഈ മാസം 15-നകം ഉണ്ടാകും. റിപ്പോർട്ടർ, തൃശൂർ. ചന്ദ്രബോസ് വധക്കേസിന്റെ വിചാരണ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി മുഹമ്മദ് നിസാം നൽകിയ അപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. 3 മാസത്തേക്ക് വിചാരണ കാലയളവ് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് നിസാം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജനുവരി 31-നകം വിചാരണ പൂർത്തിയാക്കണമെന്ന് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ചില സാക്ഷികളുടെ വിചാരണ നീണ്ടുപോകാനിടയുണ്ടെന്നും അതിനാൽ കൂടുതൽ സമയം അനുവദിക്കണമെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ നിസാം ആവശ്യപ്പെട്ടിരുന്നു. ജസ്റ്റിസ് ദീപക് മിശ്രയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് നിസാമിന്റെ അപേക്ഷ പരിഗണിക്കുന്നത്.